യേശുവേ ഹല്ലേലൂയ, 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 സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, കരം വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈശോയ്ക്ക് ഏറ്റവും കുഞ്ഞുമക്കളെ, പ്രത്യേകമായിട്ട് മഹത് കവാടം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവരും അച്ഛൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, കടന്നു വരുന്ന 1.5 മണിക്കൂർ സമയം പൂർണ്ണമായും തമ്പുരാന്റെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയമാണത്. ഒത്തിരിയധികം തിരിച്ചറിവുകള് ദൈവം ഈ മണിക്കൂറിലൂടെ ദൈവം നമുക്ക് സമൃദ്ധമായിട്ട് നൽകും. ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ദൈവത്തോട് ചേർന്നിരുന്ന് എങ്ങനെ നല്ലൊരു മരണം പ്രാപിക്കാം, എങ്ങനെയാണ് ക്രിസ്തുവിൽ ഒന്നായി തീരേണ്ടത്, മരണമെന്ന വലിയ സത്യം, പരമ വെളിച്ചമായ ആ സത്യത്തിലൂടെ എങ്ങനെ ദൈവമായി ഒന്നായി തീരാം എന്ന് നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ ഉടനീളം നമ്മൾ ചിന്തിക്കും. ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്. ഈശോ പറയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് ഈശോ നൽകുന്ന ഒരു വലിയ വാഗ്ദാനാണ്, ഒരു ഉറപ്പാണ്. പ്രിയരെ, നീ ദൈവത്തോട് ചേർന്ന് ക്രിസ്തുവിനോട് ചേർന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ തമ്പുരാൻ പറഞ്ഞു വെക്കുകയാണ്, എൻ്റെ പ്രിയരെ, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീ മരിച്ചാലും ജീവിക്കും. ചെറുതോനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്കിൽ വലിയതാകത്തോടു കൂടെ എൻ്റെ പ്രിയരെ, ഈ ശുശ്രൂഷയെ നമുക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വരുന്ന ആരാധനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയൊരു അഭിഷേകത്തിൻ്റെ സമയമായി മാറണം, വലിയ വിടുതലിൻ്റെ സമയമായി മാറണം, വലിയ സൗഖ്യത്തിൻ്റെ സമയമായി മാറണം. എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെല്ലാം പൂർണ്ണമായും ഈ ശുശ്രൂഷയിൽ ഉടനീളം തമ്പുരാനിൽ മാത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമാണ് പ്രിയരെ പരിശുദ്ധാത്മാവ് ഇടപെടുകയുള്ളൂ. ബാക്കി എല്ലാ ചിന്തകളും എല്ലാം മാറ്റിവെക്കണം. കടന്നു വരുന്ന എല്ലാ ചിന്തകൾ, കുടുംബത്തിൻ്റെ ഓരോരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. എങ്കിലും വചനമാണ് കേൾക്കാൻ പോകുന്നത്. കത്തിജ്വലിക്കുന്ന വലിയ അനുഭവങ്ങൾ എൻ്റെ പ്രിയരെ ഈ സന്ധ്യാവേളയിലെ ഈശോ നിങ്ങൾക്ക് നൽകും. ചെറുതവനെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എങ്കിൽ വലിയതാകത്തോടു കൂടെ അച്ഛൻ പറയുന്ന പോലെ സാധിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കണം. കുടുംബത്തിലാകാം, സമൂഹത്തിലാകാം, എവിടെയായിരുന്നാലും സാധിക്കുന്നത് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ സ്വർഗത്തിൽ ഉയർത്തിപ്പിടിക്കണം. പ്രിയ ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ജീവിതമാണ്. ഈ സമയം ഒരുമിച്ച് വരുവാനും ഇതുപോലെ കാണുവാനും വചനം പ്രഘോഷിക്കുവാൻ, അത് കേൾക്കുവാനും എൻ്റെ പ്രിയ ദൈവം എന്നെ നിങ്ങളെ വിളിച്ചുവെങ്കിൽ അത് വലിയ കൃപയാണത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണെങ്കിൽ. എങ്കിൽ വലിയ ദാഹത്തോടു കൂടെ സകല മാലാഖമാരോട് ചേർന്നിരിക്കണം, സകല വിശുദ്ധരോട് ചേർന്നിരുന്ന ദൈവത്തെ ആടിപ്പാടി സ്തുതിക്കണം. പ്രിയരെ, ദാവീദ് പോലും ദൈവത്തിന് മുമ്പിൽ ആടിപ്പാടി സ്തുതിച്ചപ്പോൾ ഒത്തിരിയധികം പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട വ്യക്തിയായി ദാവീദ് മാറിയെങ്കിൽ എൻ്റെ പ്രിയ, ഈ സമയം നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ സമൂഹത്തിലേക്ക്, നിങ്ങൾ എവിടെ ഇരുന്നാണോ ഈ വചനം കേൾക്കുന്ന, ഈ ആരാധന പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വീട്ടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, അഭിഷേകം കൊണ്ട് നിറയും. എങ്കിൽ വലിയതാക്കത്തോടു കൂടെ 2 കര സ്വർഗത്തോളം ഉയർത്തി അതിരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാഹത്തോടെ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുകൊടുത്താകത്തോടെ പൂർണ്ണമായി സമർപ്പിച്ച് നിന്നെ തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്, നിന്റെ ജീവിത സാഹചര്യം ഉയർത്തിപ്പിടിക്കുന്നത്, നിങ്ങളുടെ കുടുംബമാണ് ഉയർത്തിപ്പിടിക്കുന്ന ബോധ്യത്തോടുകൂടെ ഉച്ചത്തിൽ വിളിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദാനം പൂർണ്ണമായി സമർപ്പിച്ച്, പൂർണ്ണമായി സമർപ്പിച്ച്, ശരീരത്തെ പൂർണ്ണമായി സമർപ്പിച്ച്, നിന്റെ ആത്മാവിനെ പൂർണ്ണമായി ഈശോയുടെ സമർപ്പിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, എന്റെ മേലെ, എന്റെ കുടുംബത്തിന്റെ മേലെ ഇറങ്ങി വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഗാനത്തോട് ചേർന്ന് കരങ്ങളടിച്ച് നമ്മൾ പാടുന്നു. കരങ്ങളടിച്ച് ഉല്ലഭിഷേകത്തോടെ അമേൻ. ഏലിയായുടെ ദൈവമേ, അഗ്നിയയക്കണമേ. എലീശായുടെ ദൈവമേ, ശക്തിയയക്കണമേ. ആഗ്രഹിച്ച് പാട്. ഏലിയായുടെ ദൈവമേ, അഗ്നിയയക്കണമേ. എലീശായുടെ ദൈവമേ, ശക്തിയയക്കണമേ. ആഗ്രഹിച്ച് ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. ആമേൻ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആഗ്രഹിച്ച് പാട്. അഗ്നിയായി
ബലമായി ശക്തിയായി എന്നെ നിറയണമേ ആത്മാവേ. എന്നിൽ നീ കരം ഉയർത്തിയടിച്ച് ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആഗ്രഹിച്ചു പാടാം. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി കരം മാറ്റണമേ. ഉയർത്തി സ്തുതിക്കട്ടെ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദാഹത്തോടെ കരം ഉയർത്തി സ്തുതിക്കട്ടെ. അഭിഷേകം നിറയുവാൻ, വചനത്തിന് അഭിഷേകം ഉണ്ടാക്കുവാൻ, നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കുവാൻ, എല്ലാ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കുവാൻ, യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മാനസാന്തര കൃപ നൽകാൻ അനുഗ്രഹിക്കുമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാൻ 7:37 വചന അഭിഷേകം ലോകം മുഴുവന്റെ മേലുണ്ടാകട്ടെ, എല്ലാ കുടുംബങ്ങളുടെ മേലുണ്ടാകട്ടെ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 11:25 വചന അഭിഷേകം ലോകം മുഴുവന്റെ മേലുണ്ടാകട്ടെ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ദാഹത്തോടെ ഒറ്റ വിളി യേശുവേ. കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആഗ്രഹിച്ച് പാട്. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ ആഗ്രഹിച്ച് പാട്. തീയായി ആത്മാവിനെ മാറ്റണമേ. കത്തിപ്പടരുവാനായി. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ ഹല്ലേലൂയ. തീയായി മാറ്റണമേ. In the name of Jesus Christ. കരങ്ങൾ വീശി. In the name of Jesus Christ. ഹല്ലേലൂയ. In the name of Jesus Christ. യേശുവേ. In the name of Jesus Christ. ആവർത്തിച്ച് ദാഹത്തോടെ In the name of Jesus Christ. യേശുവേ. In the name of Jesus Christ. ഹല്ലേലൂയ. In the name of Jesus Christ. ഈശോ. In the name of Jesus Christ. യേശുവേ. In the power of Jesus Christ. ആമേൻ. In the power of Jesus Christ. ആഗ്രഹിച്ച് പാട്. In the Power of power of Jesus Christ. യേശുരാധന. Power of Jesus Christ. ദാഹത്തോടെ The power of Jesus Christ. യേശുവേ. The power of Jesus Christ. ശക്തി വ്യാപരിക്കട്ടെ. The power of Jesus Christ. എല്ലാ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിൽ ശക്തി വ്യാപരിക്കട്ടെ. Jesus Christ. അവന്റെ സ്നേഹത്താൽ നിറയട്ടെ. Jesus Christ. ശക്തി വ്യാപരിക്കട്ടെ. The power of Jesus Christ. യേശുനാമത്തിൽ The power of Jesus Christ. യേശു ശക്തിയാൽ The power of Jesus ശക്തി Christ. വ്യാപരിക്കട്ടെ. The power of Jesus Christ. ശലലീരി. The power of Jesus Christ. യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ദാഹത്തോടെ അത് തുറന്ന് ഒറ്റ വിളി യേശുവേ. യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണടച്ച് രണ്ട് കരം നെഞ്ചോളം ചേർത്ത് വെച്ച് അതിനും തുറന്ന് ഈരടികളോടെ In the power of Jesus Christ. ഈശോ കാണു പ്രിയരേ. In the power of Jesus Christ. നിന്റെ ഹൃദയമാസക്രാരിൽ ഈശോ എഴുന്നള്ളി വന്നിരിക്കുന്ന സമയം In the power of Jesus Christ. പരിശുദ്ധാത്മാവ് നിറയുന്ന സമയം. In the power of Jesus Christ. ഈശോ ദർശനങ്ങളാ നിറയപ്പെടുന്ന സമയം. In the power of Jesus Christ. ആത്മാവേ ദൈവാത്മാവ് In the power of Jesus Christ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, കടന്നു വരുന്ന എല്ലാ തിരുമണിക്കൂറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ഈ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. അമ്മയോട് ചേർന്ന് നിൽക്കാം. പരിശുദ്ധാമ നിറയപ്പെടുമ്പോൾ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാമ നിറയപ്പെടണം. പ്രിയച്ചൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഒത്തിരി അറിവുകൾ, തിരിച്ചറിവുകൾ ദൈവസമ്മർദ്ദമാണ് നൽകുന്ന സമയമാണ്. എങ്കിൽ വലിയതാക്കത്തോടു കൂടെ നമ്മെ തന്നെ പൂർണ്ണമായും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്ന് ചേർന്ന് ഉച്ചസ്വരത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴിപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇടവും വലവും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തി പറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിൽ ഒന്നായി തീരുക എന്നതാണ്.
ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ നല്ലൊരു മരണം മഹത്വ കവാടത്തിലൂടെ പ്രവേശിച്ച് ദൈവത്തെ ചേർത്ത് പിടിക്കുന്ന അനുഭവം എങ്ങനെ കരസ്ഥമാക്കാമെന്നാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ചേർത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ചൊല്ലി പറയണം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നവംബർ മാസം പ്രത്യേകമായി മരിച്ചു പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ഒരുപക്ഷെ കൂടെ നമ്മൾ സെമിത്തേരിയിൽ കയറി ഇറങ്ങുന്ന ദിവസങ്ങളാണെന്ന്. കുർബാനയ്ക്ക് ശേഷം ഒരുപക്ഷെ സെമിത്തേരിയിൽ പോയി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അവരിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹം നന്ദി പറയും. അങ്ങനെ സെമിത്തേരിയുമായി ഒത്തിരിയേറെ ബന്ധമുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മളിന്ന് കടന്നു പോകുന്നത്. ചേർത്തവനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സെമിത്തേരി എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു ചെറിയ പേടിയൊക്കെ തോന്നും. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ നാളെ നീ എന്ന്. അതൊക്കെ വായിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു തീ പോലെ നമ്മുടെ മനസ്സിലിങ്ങനെ പാറിപ്പോകും. ചെറിയൊരു പേടിയൊക്കെ നമ്മുടെ മനസ്സിൽ കടന്നു വരും. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നാള് ഭൗതിക ശരീരം ആ സെമിത്തേരിയിലേക്ക് എടുക്കപ്പെടാനുള്ളതാണ്. ചെറുതമന ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു മനോഹരമായ ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എപ്രകാരമാണ് ഞാൻ ജീവിക്കേണ്ടത്, എപ്രകാരമാണ് ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കേണ്ടത്, അങ്ങനെ ദൈവത്തിൽ ഞാൻ ഒന്നായി തീരേണ്ടത് എപ്രകാരമായിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. പ്രത്യേകമായി അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിത ചരിത്രത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ദിവസമാണ്. ചേർത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിലെ 16-ാം അധ്യായത്തിൽ 8-ാം വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. ദൂതൻ ചോദിക്കുകയാണ്, സാറായിയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്നും വരുന്നു, എങ്ങോട്ട് പോകുന്നു? രണ്ട് ചോദ്യങ്ങളാ പ്രിയരെ ദൂതൻ അവളോട് ചോദിക്കുന്നേ. നീ എവിടെ നിന്നും വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു? ചേർത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മുടെ ബോധ്യങ്ങളായി മാറണം. ബോധ്യങ്ങളായി മാറെങ്കിൽ മാത്രമാണ് പ്രിയരെ മരണമെന്ന വലിയ സത്യത്തെ നമുക്ക് പൂവണിയാൻ സാധിക്കുള്ളൂ. ഹൃദയത്തോട് ചേർത്ത് നിർത്തി വാരി പുണർന്ന് അസീസി ഫ്രാൻസിസ് പറഞ്ഞതുപോലെ, മരണമേ സഹോദരി നിനക്ക് സ്വാഗതം എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി സ്വീകരിക്കുകയും അത് കണ്ടെത്തുകയും ആ മറുപടികൾ ബോധ്യമായി നമ്മുടെ ജീവിതത്തിൽ മാറുകയും ചെയ്യണം. ചേർത്ത് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയരെ, ആദ്യത്തെ ചോദ്യമാണ്. ദൂതൻ അവളോട് ചോദിക്കുകയാണ്, നീ എവിടെ നിന്നാണ് വരുന്നത്? ചോദിക്കുന്നത് അവളുടെ ഐഡന്റിറ്റിയാണ്. നീ ആരാകുന്നു, നീ ആരാകുന്നു എന്ന ദൂതൻ ചോദിക്കുന്നത്. പ്രിയ, നമ്മൾ കണ്ടെത്തുന്ന ചോദ്യമുണ്ട്. ഞാനും നിങ്ങളും എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ ആരാണ്? നമ്മൾ ആരുടെ മക്കളാണ്? മനോഹരമായി 2 മക്കാബയർ പുസ്തകത്തിലെ 7-ാം അധ്യായത്തിലെ 22-23 വചനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു അമ്മ 7 മക്കളും പന്നി മാംസം കഴിക്കാനായി നിർബന്ധിക്കുന്ന സമയത്ത് അത് കഴിക്കാതിരിക്കാൻ പരിശ്രമിക്കുകയും അവരെ ഒടുവിൽ രാജാവ് തീയിലിട്ട് കത്തിച്ച് കളയുമെന്ന് ഭീഷണിപ്പെടുത്തുക ചെയ്യുമ്പോൾ ആ പേടിച്ച് വിറച്ചിരിക്കുന്ന മക്കളോട് അമ്മ പറയുന്ന മനോഹരമായ ഒരു വചനങ്ങളുണ്ട്. പറയരെ, നീ ആരാകുന്നു, നീ എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് ഈ അമ്മ സ്വന്തം മക്കളോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ചേർത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൾ പറയും ഇപ്രകാരം, പ്രിയരെ, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിലെ രൂപം കൊണ്ടുവന്ന് എനിക്കറിയില്ല. അമ്മ സ്വന്തം മക്കളോട് പറയുകയാണ്, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിലെ രൂപം കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാൻ അല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ അമ്മ മക്കളോട് പറയാണ്, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിലെ ജന്മം എടുത്തു എന്ന് എനിക്ക് അറിയില്ല. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങള് ആര് വാർത്തെടുത്തു, എങ്ങനെ വാർത്തെടുത്തു എന്ന് എനിക്ക് അറിയില്ല എന്ന് അമ്മ പറയുകയാണ്. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവാണ് നിങ്ങൾക്ക് ജന്മം നൽകിയത്.
ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, വലിയ തിരിച്ചറിവാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. നീ എവിടെ നിന്ന് വരുന്നു, നീ ആരാകുന്നു എന്ന ചോദ്യത്തിന് വചനങ്ങളെ രേഖപ്പെടുത്തുകയാണ്. നീ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ് എന്ന് വ്യക്തമായി മക്കാബായി 2-ാം പുസ്തകത്തിലെ അമ്മയിലൂടെ വ്യക്തമായി പറഞ്ഞു തരികയാണ്. വീണ്ടും കാണുന്നുണ്ട് ഏശയുടെ പുസ്തകത്തിലെ 44-ാം അധ്യായത്തിലെ 2-ന്റെ വചനപ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ്, ദൈവമാണ് നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും ചെയ്തത്. പ്രിയ, ദൈവത്തിന്റെ വചനമാണത്. ദൈവമാണ് നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകിയതും ദൈവമാണ്. ഏശയുടെ പുസ്തകം 44-ാം അധ്യായത്തിൽ 2-ാം വാക്യപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു. വീണ്ടും വചനം ജെറമ്യയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 5-ാം വാക്യപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയ, നീ ആരാകുന്നു, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അത് മറുപടി പ്രകാരമാണ്. നീ വരുന്നത്, ഞാനും നിങ്ങളും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. വ്യക്തമായി പറഞ്ഞു വയ്ക്കുക ജെറമ്യ പുസ്തകം, മാതൻ ഉദരത്തില് നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു എന്നാണ്. വീണ്ടും വചനം രേഖപ്പെടുത്തുന്നു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. പ്രിയരേ, ദൂതന്റെ ചോദ്യത്തിന് മറുപടി, ആദ്യത്തെ മറുപടി പ്രകാരമാണ്. നീ എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യത്തിന് മറുപടിയായി വചനങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ഞാനും നിങ്ങളും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. എനിക്ക് ജന്മം നൽകിയത് എൻ്റെ ദൈവമാണ്, എന്നെ രൂപപ്പെടുത്തിയത് എൻ്റെ ദൈവമാണ്. ഏശയുടെ പുസ്തകം 43-ന്റെ അധ്യായത്തിൽ 1-2 വചനം പറയുകയാണ്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. വീണ്ടും ഏശയുടെ പുസ്തകം 41-ന്റെ അധ്യായത്തിൽ കാണുന്നുണ്ട്, നീ അബ്രാഹത്തിന്റെ സന്തതിയാണ്, നീ എൻ്റേതാണ്. പ്രിയരെ, ഈശോ ഉറപ്പിക്കുകയാണത്. അതിൽ തന്നെ ഒരു ചോദ്യം കൊണ്ട് ഉരിഞ്ഞു വരുന്നുണ്ട്. അത് പ്രകാരമാണ്, നീ എന്തിന് ഈ ലോകത്തിൽ ജനിച്ചു? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്തിനാണ് ഈ ലോകത്തിൽ ജന്മം എടുത്തത്? ഒരു വൈദികനായി, ഒരു സമർപ്പിതയായി, ഒരു അപ്പനായി, ഒരു അമ്മയായി നീ ഭൂമി ജനിച്ചത് എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? ഒന്നാമത്തെ ചോദ്യപ്രകാരമാണ്, നീ എവിടെ നിന്ന് വരുന്നു, നീ ആരാകുന്നു? വീണ്ടും ചോദ്യപ്രകാരമാണ്, നീ എന്തിനു വേണ്ടിയാണ് നീ ലോകത്തിൽ ജനിച്ചത്? ആർക്കു വേണ്ടിയാണ് നീ ഭൂമിയിലെ 40, 80, 85, 90 വയസ്സ് കാലം നീ ഭൂമി ജീവിച്ചിരിക്കുന്നത്? ആർക്കു വേണ്ടി? അതിന് മറുപടിയായി യേശയുടെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിൽ ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. ദൈവം പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ, എൻ്റെ പ്രിയന് വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടം നേരെയുള്ള സ്നേഹത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ. ദൈവം പറയുകയാണ്, വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അത് കിളച്ച് കല്ലുക നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിൻ്റെ മധ്യത്തിൽ ഞാൻ ഒരു കാവൽ മാടം പണിതു, മുന്തിരിച്ചക്ക കുഴിച്ചിടുകയും ചെയ്തു. അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. പ്രിയരെ, ദൈവം പറയുകയാണത്, എൻ്റെ പ്രിയന് വേണ്ടിയാണ് നീ ഭൂമിയിലെ ജന്മം എടുത്തത്. ഇവിടെ യേശയുടെ പുസ്തകത്തിലെ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. ദൈവം നല്ല കുന്നിൻ മുകളിലെ നട്ടുപിടിപ്പിച്ച മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് എൻ്റെ പ്രിയരായ ഞാനും നിങ്ങളുമാണത്. ഇത് ദൈവമാണ് പറയുന്നത്. ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്ന കാര്യമാണത്. എൻ്റെ പൊന്നുമക്കളെ, ഞാനാണ് നിങ്ങളെ വിളിച്ചത്, ഞാനാണ് നല്ല കുന്നിൻ മുകളിൽ ഞാൻ നട്ടുപിടിപ്പിച്ചത്. ആർക്കു വേണ്ടി? എൻ്റെ പ്രിയന് വേണ്ടിയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജന്മമെടുത്തത്. അതാണ് ദൈവം പറയും, നല്ല കുന്നിൻ മുകളിൽ ഞാൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു.
ഇവിടെ നല്ല കുന്നിൻ മുകൾ എന്ന് പറയുന്നത് ഞാൻ ആയിരിക്കുന്ന എൻ്റെ കപ്പുച്ചിൻ സഭയാണ്. നിങ്ങളായിരിക്കും നിങ്ങളുടെ കുടുംബമാണ്, നിങ്ങളുടെ സമൂഹമാണ്. നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് അതാണ് പ്രിയരെ ദൈവം നല്ല കുന്നിൻ മുകൾ എന്ന് പറയുന്നത്. അവിടെയാണ് ദൈവം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. നല്ല അപ്പനായിട്ട്, നല്ലൊരു അമ്മയായിട്ട്, നല്ല സഹോദരനായിട്ട്, സഹോദരിയായി, നല്ല വൈദികനായി, സമർപ്പിതയായ ദൈവം ഈ ഭൂമിയിൽ എന്നെ നിന്നെയും നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ എന്നറിയോ? ദൈവം നല്ല കുന്നിൻമോളിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന നല്ല ഫലങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിച്ച്. ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയ, നമുക്കുണ്ടാകേണ്ട ബോധ്യങ്ങളാണത്. നമുക്കുണ്ടാകേണ്ട ബോധ്യങ്ങളാണത്. എങ്കിൽ മാത്രമാണ് പ്രിയരെ ദൈവത്തോട് ചേർന്നിരിക്കാനും നല്ല മരണം കൈവരിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അറിയേണ്ടത് ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജനിച്ചത്, ആർക്കു വേണ്ടിയാണ് ഞാൻ ജന്മം എടുത്തത്. പ്രിയരെ നമ്മൾ കണ്ടെത്തണം, നമ്മൾ ചിന്തിക്കണം. യേശുയുടെ പുസ്തകം പറഞ്ഞു വയ്ക്കുകയാണ്, നീ ജനിച്ചത് തമ്പുരാന് വേണ്ടിയാണ്, ക്രിസ്തുവിന് വേണ്ടിയാണ്. അവന്റെ നാമത്തിലെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. വചനം രേഖപ്പെടുത്തുകയാണ്, അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടു മുന്തിരിപ്പഴമാണ്. ജെറുസലേം നിവാസികളെ, യൂദായിൽ വസിക്കുന്നവരെ, എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ. പ്രിയ, ദൈവം ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ദൈവത്തോട് ചേർന്നിരുന്ന് അവൻ്റെ വചനങ്ങൾ പാലിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറണം. നല്ല ഫലം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് പ്രിയരെ? നല്ല പ്രവൃത്തിയാണ്, നല്ല മനോഭാവങ്ങളാണ്. നിന്റെ ഓരോ പ്രവൃത്തികൾ ഇവിടെ ഫലങ്ങളായി മാറുകയാണ്. അങ്ങനെ ഫലങ്ങൾ ചൂടുന്ന വൃക്ഷങ്ങളായി, നല്ല മനുഷ്യനായി ഞാനും നിങ്ങളും മാറുമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയരെ, നമ്മൾ ഒരു മുന്തിരി തോട്ടത്തിൽ, ഒരു പക്ഷെ നമ്മൾ പൂന്തോട്ടത്തിൽ ഒരു ചെടി കൊണ്ട് നട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എന്താണ്? ഇത് വളർന്ന് വലുതായി പൂക്കളും കായ്കളും ഇതിലുണ്ടാകണം. ഒരു ചെറിയൊരു വാഴക്കണ്ണ് നല്ല മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എന്താണ്? അത് മുളച്ച് വലുതായി ഒത്തിരിയധികം 20-25 ഒരു പക്ഷെ നല്ല വെയിറ്റുള്ള നല്ല കൊലകളായി നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രിയരെ നല്ല മണ്ണിലെ ഒരു നല്ല വാഴക്കണ്ണ് നട്ട് മുളപ്പിക്കുന്നത്. നമ്മുടെ ആഗ്രഹം അതാണ്. ഇതേപോലെയാണ് പ്രിയരെ ദൈവം ഈ ഭൂമിയിലെ നല്ല കുന്നിൻ മുകളിൽ ദൈവം എന്നെയും നിന്നെയും നട്ടുപിടിപ്പിക്കുകയാണ്. നോക്കിയപ്പോൾ ദൈവത്തിന്റെ സ്നേഹം അത്രമാത്രം ദൈവം സ്നേഹിക്കും നമ്മെ. നമ്മുടെ കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കുന്ന പോലെ തന്നെ വലിയ വേലി കെട്ടി നമ്മളെ സംരക്ഷിക്കുകയാണ്. എൻ്റെ പൊന്നു മകനെ, മകളെ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല മനുഷ്യരായി, നല്ല മക്കളായി നിങ്ങൾ മാറണം. അതിനുവേണ്ടിയ പ്രിയരെ നമ്മൾ ഈ ഭൂമിയിലെ ജന്മമെടുത്തത്. ചേർത്ത് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ, നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറിയില്ല എങ്കിൽ വചനം പറയുകയാണ്, അത് കാട്ടുമുന്തിരിപ്പഴമായി മാറിയ നിന്റെ ഫലങ്ങള് കാട്ടുമുന്തിരിപ്പഴത്തിന് തുല്യമാകിയാൽ ആയി കഴിഞ്ഞാൽ ഒരു പക്ഷെ ദൈവം പിറുപിറുക്കും. ദൈവം പിറുപിറുക്കും പ്രിയരെ. ദൈവ സ്നേഹം അകന്നു പോയി ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം പിറുപിറുക്കുന്ന അവസ്ഥയുണ്ട്. മറിച്ച് ദൈവത്തോട് ചേർന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറുന്നുവെങ്കിൽ എൻ്റെ പ്രിയരെ ദൈവത്തിൽ ഒന്നായി തീരുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ദൈവം ആഗ്രഹിക്കുന്ന പോലെ നല്ല ഫലങ്ങൾ ചൂടുന്ന നൽകുന്ന ഒരു നല്ല മനുഷ്യനാണോ ഞാൻ? അബ്രാഹത്തിന്റെ നല്ല സന്തതിയായാണോ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ പ്രിയരെ ദൈവം തീർച്ചയായും ഇതിനപ്പുറം ഒരു ജീവിതം നമുക്ക് സമൃദ്ധമായിട്ട് നൽകും. ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയ, ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ബാഹ്യമായൊരു വിശുദ്ധിയിൽ മാത്രമല്ല നമ്മൾ ജീവിക്കേണ്ടത്, മറിച്ച് ആന്തരികമായൊരു വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞു വയ്ക്കുകയാണ്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വചനം രേഖപ്പെടുത്തുകയാണ്,
മത്തായി സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. പ്രിയ, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? സ്വർഗരാജ്യമാണ്. ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ സ്വർഗത്തിൽ കയറണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മറിച്ച് സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം നിറവേറ്റുന്നുവെങ്കിൽ നീ തീർച്ചയായും സ്വർഗവാടത്തിൽ എത്തിച്ചേരുകയും അതിൽ പ്രവേശിക്കുകയും ചെയ്യും. ചെറുതവനെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ ദൈവം പിറുപിറുക്കും. ഞാൻ പറഞ്ഞു വെച്ചു, ഇതേപോലെ നമ്മൾ പിറുപിറുക്കുന്ന ദിവസമുണ്ട്. ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഞാനും നിങ്ങളും ജീവിക്കാൻ സാധിച്ചില്ല എങ്കിൽ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി ഞാനും നിങ്ങളും മാറുന്നില്ലെങ്കിൽ, എൻ്റെ പ്രിയരെ, ദൈവത്തെ പ്രതി നമ്മളും പിറുപിറുക്കുന്ന ദിവസമാണ് എന്ന് അന്ന് മഹത്വ കവാടത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ പിറുപിറുക്കും. ക്രിസ്ത്യാനികളായി നമ്മൾ, ദൈവത്തിന്റെ മക്കളായി നമ്മൾ പിറുപിറുക്കുന്ന ദിവസമാണ് പ്രിയരെ, മഹത്വ കവാടത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ. അകത്തേക്ക് കയറാൻ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രിയരെ, നമ്മൾ പിറുപിറുക്കുക. എന്തും പറഞ്ഞാൽ പിറുപിറുക്കണമെന്ന് അറിയോ? വചനം നേരത്തെ കൂട്ടി ദൈവം നമ്മൾ പറഞ്ഞു വയ്ക്കുകയാണ്. പ്രകാരമാണ്, അന്ന് പലരും എന്നോട് ചോദിക്കും. എന്താണെന്നറിയോ? ആ ദിവസം ഈശോയെ മുഖാമുഖം കാണുമ്പോ, ഈ ഭൂമിയിലെ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി നമ്മൾ ക്രിസ്തുവിനെ മുഖാമുഖം കാണുമ്പോൾ, മഹത്വ കവാടത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പ്രിയരെ, അന്ന് പലരും എന്നോട് ചോദിക്കും എന്ന് ഈശോ മുൻകൂട്ടി പറയുകയാണ്. എന്താണ് ചോദിക്കാൻ പോകുന്നത് പ്രിയരെ? കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ എന്ന് ചോദിച്ചിഹ്നമാണത്. അച്ഛൻ ഒന്നുകൂടി വായിച്ച് കേൾപ്പിക്കാം. കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചില്ലേ? പ്രിയ, ദൈവത്തോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ, വിശ്വാസം അടിയുറച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം ഒത്തിരിയേറെ വരങ്ങൾ നൽകും. പ്രവചിക്കാനുള്ള വരങ്ങൾ ദൈവം എനിക്ക് നിങ്ങൾക്ക് ദൈവം ധാരാളമായിട്ട് നൽകും. രണ്ടാമതായി, പിശാചുകളെ പുറത്താക്കാനുള്ള കൃപ നൽകും. ഡെലിവറൻസ്, ദി പവർ ഓഫ് ഡെലിവറൻസ് ഈശോ നൽകും. മൂന്നാമതായി, നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവും ദൈവം നിനക്ക് നൽകാം. അത്ഭുതങ്ങളെ ദൈവം പ്രവർത്തിക്കാൻ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, കൃപകള്, വരങ്ങൾ ദൈവം സമൃദ്ധമായിട്ട് നിനക്ക് നൽകും. എന്നാലും പ്രിയരെ, ഈശോ പറയും, അപ്പോ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഈശോ നമ്മൾ ചോദ്യമാണ്, ഞാൻ നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഒന്ന് ചിന്തിച്ച പ്രിയരെ, ഈശോ എന്നോടും നിങ്ങളോടും ഈ ചോദ്യം ചോദിക്കുമോ? പലപ്പോഴും അച്ഛൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. അന്ന് പെസഹ തിരുനാൾ ദൈവം അർപ്പിച്ച അതേ ബലിയാണ് ഞാൻ അർപ്പിക്കുന്നത്. ഞാൻ പുരോഹിതനാണ്, വചനപ്രഘോഷം നടത്തുന്നവനാണ്, ഈ പറയുന്ന എല്ലാ കൃപയും നിറഞ്ഞു പോകുന്ന വ്യക്തിയാണ് ഞാൻ. എന്നിട്ടും തമ്പുരാനെ മഹത്വ കവാടത്തിന് മുമ്പ് ചെല്ലുമ്പോൾ ഈശോ എന്നെ നോക്കി പറയാണ്, മോനെ, നിന്നെ ഞാൻ അറിയില്ല. അനീതി പ്രവർത്തിക്കും, നീ എന്നിൽ അകന്ന് പോകുവിൻ. ഇന്ന് എന്നോട് ചോദിക്കുമോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് പ്രിയരെ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. ദൈവത്തിന് ആശ്രയിച്ച് പല കാര്യങ്ങളും നീ ഭൂമി ചെയ്യുന്നുണ്ടാകും.
പക്ഷെ എന്നാലും സ്വർഗത്തിൽ കയറണം, മഹത് കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം, നല്ല മരണം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചാൽ അത് കിട്ടില്ല പ്രിയരെ, കിട്ടില്ല. ഈശോ എന്നോട് നിന്നോട് പറയുന്ന ഒരു മനോഹരമായ ഒരു കാര്യമുണ്ട്, നിനക്ക് ലഭിക്കും. സ്വർഗം നിനക്ക് ദാനമായിട്ട് ഞാൻ നിനക്ക് നൽകും. എപ്പോഴാണെന്നറിയോ? ഈശോ പറയുകയാണ് പ്രിയരെ, എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ചേർന്ന് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ പറയാണ്, എൻ്റെ ഈ വചനങ്ങള് നീ പാലിക്കണം, എൻ്റെ ഈ വചനങ്ങള് നീ പാലിക്കുക, അതനുസരിക്കുക, എങ്കിൽ നീ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയായി മാറുമെന്ന് ഈശോ ഉറപ്പ് നൽകിയാണ്. ചേർന്ന് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ചിന്തിക്കേണ്ട ചോദ്യമാണെന്ന് കടന്നു വരേണ്ട ഒരു കാര്യമാണ്, എന്താണ് ഈ വചനങ്ങള്? ഈശോ പറയുന്ന കാര്യങ്ങൾ, ഈ വചനങ്ങള് എന്ന് പറയുന്നത് എന്ത് വചനമാണ്? അതറിയണമെങ്കിൽ മത്തായി സുവിശേഷം 1 മുതൽ 7 അധ്യായം വരെ നമ്മൾ വായിക്കണം. സമയം കിട്ടുമ്പോൾ പ്രിയരെ നിങ്ങളത് വായിക്കണം. പ്രത്യേകിച്ച് ദിവസങ്ങളിലെല്ലാം കടന്നു പോകുമ്പോൾ മത്തായി സുവിശേഷം 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ ഓരോന്നാ നിങ്ങൾ വായിക്കുക. അത് ഈശോ പറഞ്ഞു തരുന്നുണ്ട്. മുത്തുമണികൾ പോലെ, ജപമാലയിലെ ഓരോ മുത്തുമണികൾ പോലെ ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്, നീ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്ന്. നീ എവിടെ നിന്നും വരുന്നു? അതാദ്യ ചോദ്യമാണത്. നീ എന്തിനു വേണ്ടി ഭൂമിയിൽ ജനിച്ചു? ആർക്കു വേണ്ടി ജനിച്ചു? നീ എങ്ങനെ ജീവിക്കണം എന്ന് ചോദിച്ചാൽ തമ്പുരാൻ പറഞ്ഞു വയ്ക്കുകയാണ്, നീ ഇതേപോലെ ജീവിക്കണം. എൻ്റെ ഈ വചനങ്ങള് കേട്ട് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായി നിങ്ങൾ മാറണം. എങ്കിൽ മാത്രമാണ് പ്രിയരെ കർത്താവിന് കൃപയ്ക്ക് മാത്രമാകുകയുള്ളൂ. ഈ വചനം എന്ന് പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നെല്ലാം വചനങ്ങൾ, തിന്മയെ നന്മ കൊണ്ട് കീഴ്പ്പെടുത്തുക എന്നെല്ലാം വചനങ്ങളെല്ലാം കടന്നു വരുന്നത് മത്തായി സുവിശേഷത്തിലെ 5ഉം 6ഉം അധ്യായങ്ങളിലാണ്. വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, വലത് കരണം അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിർബന്ധിക്കുന്നുവെങ്കിൽ 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. വീണ്ടും വചനം പറയാണ്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇതൊക്കെയാണ് പ്രിയരെ അവൻ്റെ ഈ വചനങ്ങൾ എന്ന് പറയുന്നത്. അച്ഛൻ 1-2 ഉദാഹരണം മാത്രം എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവൻ്റെ ഈ വചനങ്ങൾ എന്ന് പറയും, ഇതൊക്കെയാണ് വചനങ്ങളെ. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നിന്റെ സഹോദരൻ കൂടി ഇരിക്കണം, നീ ക്ഷമിക്കണം, പൊറുക്കണം, തിന്മയെ നന്മ കൊണ്ട് കീഴ്പ്പെടുത്തണം. പ്രിയരെ, ഇതൊക്കെയാണ് ദൈവത്തിന്റെ വചനങ്ങള്. ഇതൊക്കെ പാലിച്ച് ഞാനും നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രിയരെ, തമ്പുരാൻ ദാനമായിട്ട് നീട്ടിത്തരുന്ന ഒരു കാര്യമാണ് സ്വർഗം. മരണമെന്ന വലിയ സത്യത്തിലൂടെ, പരമ വെളിച്ചമായ സത്യത്തിലൂടെ ദൈവമായി ഒന്നായി തീരുകയാണ് പ്രിയരെ. മരണമെന്ന വലിയ സത്യത്തിലൂടെ അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, ക്രിസ്തു ഞാൻ ഒന്നായി തീരണമെങ്കിൽ നമ്മൾ അവൻ്റെ ഈ വചനങ്ങൾ ജീവിച്ച് പാലിക്കണം. പ്രിയ, അങ്ങനെ ജീവിച്ചൊരു വ്യക്തിയാണ് പ്രിയ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിച്ചവനാണ്. പറയാൻ കാരണം പ്രിയരെ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് വലിയ മാടമ്പിയായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. സമൂഹത്തിൽ നിലയും വിലയുള്ള വലിയ പടയാളിയായി മാറണം, അങ്ങനെ വലിയ മാടമ്പിയായി ജീവിക്കണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ്. എന്നാൽ അങ്ങനെ ജീവിച്ചു പോകുന്ന കാലഘട്ടത്തിലാണ് പ്രിയരെ അദ്ദേഹത്തിന് ഒരു അരുളപ്പാടുണ്ടാകുന്നത്, ഒരു ദർശനം ഉണ്ടാകുന്നത്. യജമാനനെയാണോ ഭൃത്യനെയാണോ നീ സേവിക്കേണ്ടത്? യജമാനനെയാണോ ഭൃത്യനെയാണോ നീ സേവിക്കേണ്ടത്? അദ്ദേഹം തിരിച്ചറിഞ്ഞു, യജമാനെയാണ് സേവിക്കേണ്ടത്. യജമാനൻ ക്രിസ്തുവാണ്. ഭൃത്യൻ എന്ന് പറയുന്നത് മനുഷ്യനാണ്.
അപ്പൊ മാടമ്പി സ്ഥാനം നൽകുന്നത് മനുഷ്യനാണ്, ഭൃത്യനാണ്. എങ്കിൽ ഞാൻ സേവിക്കേണ്ടത് ക്രിസ്തുവിനെയാണെന്ന് ആ മനുഷ്യൻ തിരിച്ചറിയുകയാണ്. പ്രിയരെ, ഈ ചിന്താരീതി വെച്ച് അവൻ ഓടിപ്പോകുന്നത് സാന്തമ്യാനോ ദേവാലയത്തിലേക്കാണ്. ആ ദേവാലയം ചെന്ന് കഴിഞ്ഞപ്പോ ഒരു കുരിശ് രൂപം അവൻ കാണുകയാണ്. ജീർണിച്ച് കിടക്കുന്ന ദേവാലയം, ചുമരുകളൊന്നുമില്ല, കുരിശ് രൂപം ആകെ വീഴാറായി കിടക്കുകയാണ്. ഈശോ വളരെ കുമ്മിട്ടിങ്ങനെ കുരിശോട് കൂടെ കിടക്കുന്ന ഭാഗം അവിടെ കാണാം. ആ കുരിശ് രൂപം അവനോട് സംസാരിക്കുകയാണ്, റീബിൽഡ് മൈ ചർച്ച്, ദേവാലയത്തെ പുനഃധരിക്കുക എന്നൊരു സന്ദേശമാണ് പ്രിയരെ കുരിശ് രൂപം അവനോട് സംസാരിക്കുന്നത്. ഫ്രാൻസിസ് ചിന്തിച്ചു, ഏത് ദേവാലയമാണോ ഞാൻ പണിത് ഉയർത്തേണ്ടത്? ഫ്രാൻസിസ് കണ്ടെത്തിയത് ഈ ജീർണിച്ച് കിടക്കുന്ന ദേവാലയമാണ്. അങ്ങനെ ഈ മനുഷ്യൻ ക്രിസ്തുവിനെ പ്രതി ഇറങ്ങുകയാണ്. ഒരു കല്ല് തന്നു കഴിഞ്ഞ് രണ്ടനുഗ്രഹം കിട്ടുമെന്ന് അവൻ തെരുവീതിയിലൂടെ ഓടി നടന്നു. സ്വന്തം അപ്പൻ തുണി വ്യവസായിയാണ്, സമ്പത്തുണ്ട്. തുണികൾ, പട്ടുവസ്ത്രങ്ങൾ എടുത്ത് പാവപ്പെട്ടവന് കൊടുക്കുകയും അതിൽ നിന്ന് പണം ഉണ്ടാക്കുകയും ദേവാലയം പണിയാനായിട്ട് തുടങ്ങി. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പീറ്റർ ബെർണാഡ് എന്ന അപ്പന് ദേഷ്യം വന്ന് ഈ സഹോദരനെ, ഈ മകനെ പിടിച്ച് ജനസമൂഹത്തിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇവൻ എനിക്കൊരു തടസ്സമാണ്, ഇവനെനിക്ക് തടസ്സമാണ്, എൻ്റെ പണം എല്ലാം ഇവൻ ദൂർത്തടിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയരെ, ആ ജനസമൂഹത്തിൽ വെച്ച് ഫ്രാൻസിസ് തിരിച്ച വലിയ സത്യമുണ്ട്, എൻ്റെ അപ്പൻ എനിക്കൊരു തടസ്സമാണ്. ദൈവത്തെ പദ്ധതി എന്നോട് പൂർത്തിയാകാൻ അപ്പൻ എനിക്ക് തടസ്സമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയരെ, ഈ സഹോദരൻ ഫ്രാൻസിസ് രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തിപ്പിടിച്ച് ഈ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, ഇന്ന് മുതൽ സ്വർഗസ്നായ പിതാവാണ് എൻ്റെ അപ്പൻ. ആ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. അവൻ തിരിച്ചറിയുകയാണ്, ഞാൻ ആരാകുന്നു, ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജനം എടുത്തു. ഇതെല്ലാം ചോദ്യങ്ങൾ ഈ മനുഷ്യനിൽ പൂർത്തിയാകാണ് പ്രിയരെ. കാര്യങ്ങൾ സ്വർഗത്തോളം ഉയർത്തി അവൻ പറഞ്ഞ കാര്യമാണ്, സ്വർഗസ്നായ പിതാവാണ് എൻ്റെ അപ്പൻ. എൻ്റെ പ്രിയരെ, ഉടുവസ്ത്രം പോലും ഉരിഞ്ഞു കളഞ്ഞ്, അപ്പൻ്റെതായ എല്ലാം ഉരിഞ്ഞു കളഞ്ഞ് അവൻ ദൈവത്തെ പ്രണയിക്കുകയാണ്. ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, അവൻ തിരിച്ചറിയുകയാണ്, ഞാൻ പുനഃധരിക്കുന്നത് ദേവാലയത്തെയാണ്. പിന്നെ അവിടെ നിന്ന് അവൻ ഓടിയത് ഒരു കുഷ്ഠരോഗിയുടെ അടുത്തേക്കാണ്. ശരീരം കണ്ടാൽ അറപ്പ് തോന്നുന്ന സമൂഹ തള്ളപ്പെട്ടവരാണ് കുഷ്ഠരോഗികള്. അദ്ദേഹത്തെയാണ്, അങ്ങനെയുള്ള വ്യക്തിയാണ് ഫ്രാൻസിസ് ആദ്യം കണ്ടുമുട്ടുന്നത്. കണ്ടുമുട്ടി കഴിഞ്ഞപ്പോ അവൻ ഓടിച്ചെന്ന് ചേർത്ത് പിടിച്ച് ആ മുറിവുകളെല്ലാം ഒപ്പിയെടുക്കുകയാണ് ഈ മനുഷ്യൻ. എല്ലാം ഒപ്പിയെടുത്ത് കഴിഞ്ഞപ്പോ 5 മുറിവുകൾ മാത്രം അവിടെ തന്നെ നിന്നു. അവൻ തിരിച്ചറിഞ്ഞു, ഇത് ക്രിസ്തുവാണെന്ന്. അവൻ തിരിച്ചറിഞ്ഞ വലിയ സത്യമാണ് പ്രിയരെ, ഇത് ക്രിസ്തുവാണ്. അവൻ ആ വ്യക്തിയെ ചേർത്ത് പിടിക്കുകയാണ്. അസിസിലെ വിശുദ്ധ ഫ്രാൻസിസ്. പ്രിയരെ, വീണ്ടും അവൻ അരുളപ്പാടുണ്ടായി, നീ ജീർണിച്ച് കിടക്കുന്ന ദേവാലയത്തെ അല്ല പുനഃധരിക്കേണ്ടത്, മറിച്ച് സഭയാകുന്ന ദേവാലയത്തെയാണ് നീ പുനഃധരിക്കേണ്ടത്. ചെറുത് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയരെ, കുത്തഴിഞ്ഞ ജീവിതം, ആ നഗരത്തിലെ കുത്തഴിഞ്ഞ ജീവിതം, ആ ജീവിതത്തെ തമ്പുരാനിക്ക് അടുപ്പിക്കാനാണ് പ്രിയരെ അസീസെ ഫ്രാൻസിസിനെ ദൈവം വിളിച്ചത്. അത് പദ്ധതിയാണ്, ദൈവത്തിന്റെ ഉദ്ദേശമാണത്. ആ നഗരത്തെ മുഴുവനും മാറ്റിമറിക്കാനായി കുത്തഴിഞ്ഞ സഭയിലെ ജീവിതം, മനുഷ്യന്റെ ജീവിതം പുനഃധരിക്കുവാൻ ദൈവം ആ മനുഷ്യനെ തെരഞ്ഞെടുക്കുകയാണ്. അതിനുവേണ്ടിയ പ്രിയരെ ഫ്രാൻസിസ് നല്ല കുന്നിമ്മകൾ ദൈവം നട്ടുപിടിപ്പിച്ചത്. ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞ വലിയ സത്യമുണ്ട്. എനിക്ക് റൈറ്റിംഗ്സിൽ അദ്ദേഹം എഴുതി വെച്ച കാര്യം, ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ വേൾഡ്, ലെറ്റ് ചേഞ്ച് ടേക്സ് പ്ലേസ് വിത്തിൻ യു അറ്റ് ഫസ്റ്റ്. നീ ലോകത്തെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മാറ്റം
നിന്റെ ജീവിതത്തിൽ തന്നെ തുടങ്ങട്ടെ എന്ന് അസീസിലെ ഫ്രാൻസിസ് എനിക്ക് റൈറ്റിംഗ്സ് എഴുതി വെച്ചു. നീ ലോകത്തെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ കുടുംബത്തെ നീ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എൻ്റെ പ്രിയ മകനെ മകളെ, അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് പറയുകയാണ്, ആ മാറ്റം നിന്നിൽ തന്നെ തുടങ്ങട്ടെ ആദ്യം. അങ്ങനെ ഫ്രാൻസിസ് ഉടുവസ്ത്രം ഉരിഞ്ഞ് ഒരു ചാക്കെടുത്ത് അരയിൽ ഒരു വാർ കെട്ടി അദ്ദേഹം ഇറങ്ങുകയാണ്. അവനെ നോക്കിയവർ അവനെ വിളിച്ച പേരാണ് ഭ്രാന്തൻ. ഭ്രാന്തനാണ് കടന്നുപോയത്. കാരണം ജീവിക്കാൻ വകയുണ്ട്, ജീവിക്കാൻ ഒത്തിരി വകയുണ്ട്, സ്വത്തുണ്ട്, പണമുണ്ട്, ആർഭാടുണ്ട്, പദവിയുണ്ട്, ഇങ്ങനെയൊക്കെ ജീവിക്കാം. പിന്നെ എന്തിനാ ഈ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നേ, ദരിദ്രനായി ജീവിക്കുന്നേ? അങ്ങനെയെങ്കിൽ അവൻ വിഡ്ഢിയല്ലേ, ഭ്രാന്തനല്ലേ? സമൂഹം വിളിച്ചു, ഇവൻ ഭ്രാന്തനാണ്. പ്രിയരെ, അങ്ങനെ വിളിക്കുമ്പോഴും ഫ്രാൻസിസിന് മുഖം പൂ വിടരുന്ന പോലെ ഇങ്ങനെ ചിരിച്ചു നിന്നു പറയാ. വലിയ സന്തോഷം, ആനന്ദം ഈ മനുഷ്യനിൽ പലരും കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞപ്പോ ഓരോന്നായി ഓരോന്നായി അവന് പിന്നാലെ കൂടാൻ തുടങ്ങി. സമ്പന്നര്, വിദ്യാസമ്പന്നര് അവന്റെ കൂടെ ചേരാൻ തുടങ്ങി. എന്തോ ഒരു വലിയ രഹസ്യം അവനിൽ ഉണ്ട് എന്ന് തിരിച്ചറിയാണ്. എൻ്റെ പ്രിയരെ, അസീസ് ഫ്രാൻസിസ് സുവിശേഷത്തെ അടിയുറച്ച് ജീവിച്ചവനാണ്. എന്താണോ വചനം പറയുന്നത് അതേപോലെ ജീവിച്ചവനാണ്. ഒരു വൈദികൻ അവനോട് പറഞ്ഞു എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ, എങ്ങനെ വചനപ്രഘോഷം നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ പറഞ്ഞ കാര്യമാണ്, നീ പോകുമ്പോൾ വടി വേണ്ട, രണ്ടുടുപ്പ് വേണ്ട, പണസഞ്ചി വേണ്ട. ഇതെല്ലാമാണ് വൈദികൻ അവനോട് പറഞ്ഞത്. ഫ്രാൻസിസ് അതേപടി സ്വീകരിച്ചു, അതേപടി സ്വീകരിച്ചു. എന്താണ് വചനം, ഈശോ എന്താണ് പറയുന്നത്, അത് അതേപടി ജീവിച്ചവന പ്രിയരെ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ്. അതേപടി ജീവിച്ചു. പ്രിയരെ, അദ്ദേഹം പ്രസംഗിക്കാൻ ആഗ്രഹിച്ചത് ജീവിച്ചവനാണ്. അസീസിലെ ഫ്രാൻസിസ് ജീവിച്ചു കാണിച്ചു. അച്ഛന് ഓർമ്മയിൽ വരുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. അച്ഛനൊത്തിരി ചിന്തിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന ഒരു കാര്യമാണത്. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് അദ്ദേഹം സഹോദരന്മാരോട് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, നമ്മൾ ഇന്ന് പ്രസംഗിക്കാനായിട്ട് പോവുകയാണ്, വചനപ്രഘോഷണം നടത്താനായിട്ട് പോവുകയാണ്. കൂടെയുള്ളവരെല്ലാം റെഡിയായി ബൈബിൾ എടുത്തു, കുറേ കാര്യങ്ങളൊക്കെ എഴുതി കുറിച്ചു. വചനം പ്രഘോഷിക്കണമല്ലോ, വഴിയരികിൽ വചനം പ്രഘോഷിക്കണം, ഒത്തിരി ജനങ്ങൾ വരും എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. രാവിലെയായി എഴുന്നേറ്റ് ഫ്രാൻസിസ് പറഞ്ഞു, നമുക്ക് പോകാം. അങ്ങനെ ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഉറുമ്പോൾ പോകുന്ന പോലെ ഇങ്ങനെ കൂട്ടമായിട്ട് പോവുകയാണ്. ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്നവര് അസീസിലെ ഫ്രാൻസിസിനോട് ചോദിച്ചു, ഫ്രാൻസിസേ, നമുക്ക് പ്രസംഗിക്കണ്ടേ? അദ്ദേഹം പതുക്കെ ഒന്ന് തിരിഞ്ഞ് അവരെ നോക്കിയിട്ട് പുഞ്ചിരിച്ചിട്ട് വീണ്ടും നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു. വീണ്ടും നടന്ന് വലിയ ജംഗ്ഷനിലെത്തി. വീണ്ടും സഹോദരന്മാർ ചോദിച്ചു, നമുക്ക് പ്രസംഗിക്കേണ്ട പിതാവേ? ഇദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവിടെ നിന്ന് ഒരു യൂട്ടേൺ എടുത്ത് ഈ മനുഷ്യൻ തിരിച്ച് തന്നെ ആശ്രമത്തിലേക്ക് കയറിപ്പോയി എന്ന് പറയാം. ചെന്ന് കഴിഞ്ഞപ്പോ സഹോദരന്മാരെ ഫ്രാൻസിസിനോട് ചോദിച്ചു, ഫ്രാൻസിസേ, നമ്മൾ എവിടെയാ പ്രസംഗിച്ചേ? ബൈബിളെല്ലാം ചുമന്നാണ് പോയത്, എന്നാൽ ഒരു വാക്ക് പോയി നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഫ്രാൻസിസ് സഹോദരന്മാർ പറഞ്ഞു, എന്റെ പൊന്നു സഹോദരന്മാരെ, നമ്മൾ നടത്തിയത് ഏറ്റവും വലിയ പ്രസംഗമാണ്. നമ്മൾ നടത്തിയത് ഏറ്റവും വലിയ പ്രസംഗമാണ്. കാരണം ഒരേ മനസ്സോടുകൂടെ, ഒരുമയോടുകൂടെ നമ്മൾ ജനസമൂഹത്തിന് മുമ്പാകെ നടന്നു പോയത് ഏറ്റവും വലിയ പ്രസംഗമാണ്. ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയരെ, ഇതാണ് ജീവിതം. സുവിശേഷം അതേപടി ജീവിച്ചവൻ, ജീവിച്ച് കാണിച്ചവൻ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ്. അതുകൊണ്ട് പ്രിയരെ, സമൂഹം ഭ്രാന്തൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ വിളിപ്പിച്ചത് ഇതാ വരുന്നു രണ്ടാം ക്രിസ്തു എന്ന്. ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുവിശേഷം അടിസ്ഥാനപ്പെടുത്തി അതേപടി ജീവിച്ചതുകൊണ്ട് ജനം അവനെ വിളിച്ചു. തിരുസഭ വിളിക്കുന്ന പേരാണ് രണ്ടാം ക്രിസ്തു.
പ്രിയരെ, ദൈവത്തിൻ്റെ വലിയ സമ്മാനമാണ് അസീസ് ലഭിച്ച ഫ്രാൻസിസ്. എല്ലാം ദൈവത്തിൻ്റെ ദാനം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. കൂടെയുള്ളവർ എല്ലാവരും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. സ്വന്തം സഹോദരി, സഹോദരൻ, എൻ്റെ കൂടെയുള്ള സഹോദരന്മാരെ, ഇറ്റ് ഈസ് ഗോഡ് ഹു ഗേവ് മീ ദ ബ്രദർ. അദ്ദേഹത്തിന് വലിയൊരു ചിന്തയാണത്. എൻ്റെ കൂടെയുള്ള സഹോദരൻ ഈ ദൈവം തന്നതാണ്, വേറെ ആരുമല്ല. ദൈവമാണ് ഈ സഹോദരനെ എനിക്ക് നൽകിയത്. ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അദ്ദേഹത്തിന് വലിയ ചിന്തയാണ്. പ്രിയരെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ എഴുതി പിടിപ്പിക്കണം. എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, നിങ്ങളുടെ ജീവിത പങ്കാളി ദൈവം തന്ന വലിയ ദാനമാണ്. ദൈവമാണ് എനിക്ക് ഇവളെ തന്നത്, ദൈവമാണ് എനിക്ക് ഇവനെ തന്നത് എന്ന മനോഭാവത്തിൽ ജീവിക്കുവാൻ നമ്മൾ പഠിക്കണം പ്രിയരെ. എങ്കിൽ ദൈവത്തിൽ ഒന്നായി തീരുവാൻ നമുക്ക് സാധിക്കും. അദ്ദേഹം പഠിപ്പിച്ച വലിയൊരു പാഠമാണത്. കത്തിജ്വലിക്കുന്ന സൂര്യൻ അദ്ദേഹം സഹോദരനായി മാറി, ചന്ദ്രൻ സഹോദരനായി മാറി, ജീവജാലങ്ങളെ മുഴുവനും അവന്റെ സഹോദര സഹോദരിയെ മാറി. മരത്തെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നീ എൻ്റെ സഹോദരനാണ്. അഗ്നിയെ കണ്ട് അവൻ വിളിച്ചു, നീ എൻ്റെ സഹോദരിയാണ്. ഒടുവിൽ മരണത്തെ അദ്ദേഹം പുണർന്നത്, സഹോദരി മരണമേ നിനക്ക് സ്വാഗതം. അങ്ങനെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നത്. സഹോദരി മരണമേ നിനക്ക് സ്വാഗതം. പൂർണ്ണ മനസ്സോടുകൂടി ആ മനുഷ്യൻ മരണത്തെ സ്വാഗതം ചെയ്തു എന്ന പ്രിയരെ അദ്ദേഹത്തെ ചരിത്രം പറഞ്ഞു വയ്ക്കുന്നത്. അത് പുണ്യമാണ്. കാരണം ഈ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ ഈ വചനങ്ങളെ ജീവിച്ചവനാണ്. അപ്പൊ എങ്ങനെ ദൈവത്തിൽ എത്തിച്ചേരണം, എങ്ങനെ നല്ല മരണം പ്രാപിക്കണം എന്ന് ചോദിച്ചാൽ അതിപ്രകാരമാണ് നമ്മൾ ജീവിക്കേണ്ടത്. അസീസ് ലഭിച്ച ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തു അതൊരു മഹത്തായ ഒരു മറുപടിയാണ്, ഉദാഹരണമാണ്. അദ്ദേഹം മരണ അവസ്ഥയിലായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്. 142 സങ്കീർത്തനം ആലപിക്കുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കാറായി സഹോദരന്മാരെ, എൻ്റെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റി ചാരം പൂശിയ തറയിൽ എന്നെ നഗ്നനായി കിടത്തണം. അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം അദ്ദേഹം ഒരു സഹോദരമായി ചെയ്തു. അങ്ങനെ ദൈവനാമത്തിൽ അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. 44 വർഷം അസീസ് ഫ്രാൻസിസ് ഈ ഭൂമിയിൽ ജീവിച്ചു. ക്രിസ്തു 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. ചെറുതോനെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ദൂതൻ്റെ രണ്ടാമത്തെ ചോദ്യമാണ്, നീ എങ്ങോട്ട് പോകുന്നു? ദൂതൻ അവളോട് ചോദിച്ച ചോദ്യമാണത്. നീ എങ്ങോട്ടാണ് പോകുന്നത്? നിന്റെ ലക്ഷ്യം എന്താകുന്നു? അതാണ് പ്രിയരെ ദൂതൻ അവളോട് ചോദിക്കുന്നത്. എങ്കിൽ അത് മനോഹരമായി മറുപടി കാണുന്നത് പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ 7-8 വചനപ്രകാരം രേഖപ്പെടുത്തുകയാണ്. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയ, ഞാനും നിങ്ങളും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി പ്രകാരമാണ്, നീതിയുടെ കിരീടം ദൈവം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. വചനപ്രകാരമാണ്, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. അപ്പൊ ലക്ഷ്യം എന്താണ്? നീതിയുടെ കിരീടമാണ്. പ്രിയരെ, മരണമെന്ന വലിയ സത്യത്തിലൂടെ, മഹത് കവാടത്തിലൂടെ പ്രവേശിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എടുത്തു വച്ചിരിക്കുന്നത് നീതിയുടെ കിരീടമാണ്. നീതിയുടെ കിരീടം.
ആ കിരീടം ലഭിക്കണമെങ്കിൽ അവന്റെ വിശ്വാസം കാത്തു സംരക്ഷിക്കണം. അവൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തിയാക്കണം, ഓട്ടം പൂർത്തിയാക്കണം. ആ മഹത്വ കിരീടം അണിയപ്പെട്ട വ്യക്തിയിൽ ഒരാളാണ് പ്രിയരെ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ്. വീണ്ടും വചനം പറയുകയാണ്, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയരെ ഓർമ്മപ്പെടുത്ത പ്രകാരമാണ്, എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. പൗലോസ് ശ്ലീഹ ഫിലിപ്പിനെ ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. പ്രിയ, ലക്ഷ്യമുണ്ട്. മാമോദിസ സ്വീകരിച്ച എനിക്ക് നിനക്കും ഒരു ലക്ഷ്യം ഉണ്ടാകണം. എന്താണ് ലക്ഷ്യം? നീതിയുടെ കിരീടം, ദൈവത്തിൽ ഒന്നായി ചേരണം. ഇതായിരിക്കും പ്രിയ നമ്മുടെ ലക്ഷ്യം. നീ എവിടെ നിന്നും വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന് മറുപടി പ്രകാരമാണ് ഞാനും നിങ്ങളും പോകുന്നത് ഈ കിരീടം സ്വീകരിക്കാനാണ്. നീതിയുടെ കിരീടം അണിയുന്ന വ്യക്തികളായി എൻ്റെ പ്രിയരെ ഞാനും നിങ്ങളും മാറണം. വീണ്ടും ഫിലിപ്പിയർക്ക് ലേഖനത്തില് 3-ാം അധ്യായത്തിൽ 9-ാം വാക്യപ്രകാരം പറഞ്ഞു വെക്കുകയാണ്, ക്രിസ്തുവിനെ നേടുന്നതിനും അവനോട് കൂടെ ഒന്നായി കാണപ്പെടുന്നതിന് വേണ്ടിയാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം ഇതാണ്, ദൈവത്തിൽ ഒന്നായി തീരുക. നിന്റെ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൽ ഒന്നായി തീരുക. ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നീതിയുടെ കിരീടം അണിയുന്ന വ്യക്തികളായി നമ്മൾ മാറണം എന്നാണ് പറയുന്നത്. അത് മാറണമെങ്കിൽ പിന്നിലുള്ളവയെല്ലാം വിസ്മരിക്കണം. ലോകത്തിന് പിറകെയില്ല പോകേണ്ട പ്രിയരെ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നല്ല ക്രിസ്തീയ ജീവിതം നീ നയിക്കണം. എങ്കിൽ മാത്രമാണ് പ്രിയരെ നീതിയുടെ കിരീടം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിന് പൗലോസ് ഓർമ്മപ്പെടുന്നത്, പിന്നിലുള്ളവയെല്ലാം വിസ്മരിക്കണം, മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി നീ ജീവിക്കണം. എൻ്റെ മുമ്പിലുള്ളത് ക്രിസ്തുവാണ്. വചനം രേഖപ്പെടുത്ത പ്രകാരമാണ് ലൂക്കാ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിൽ 25-ാം വാക്യപ്രകാരം പറഞ്ഞു വെക്കുകയാണ്, ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? എൻ്റെ പ്രിയരെ, നമ്മുടെ ചിന്താരീതിയുണ്ട്. പലരുടെയും ചിന്താരീതി ഇതാണ് ഉള്ള ലോകം, ഇതിനപ്പുറം വേറൊരു ജീവിതം ഇല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. പലരുടെയും ജീവിത രീതി കാണുമ്പോൾ അച്ഛനെ പേടിയുണ്ട്, ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന്. എൻ്റെ പ്രിയ, നമ്മുടെ ക്രിസ്തീയ ജീവിതം, മാമോദിസ കുദാശ സ്വീകരിച്ച ഒരുവന്റെ ജീവിതം ആരുടെ മണ്ണിൽ അവസാനിക്കേണ്ടതല്ല പ്രിയരെ. കുഴിക്കപ്പുറത്തൊരു ജീവിതം ഉണ്ട് എന്ന് മറന്നു പോകരുത്. ഭാര്യ പടിവാതിൽക്ക് വരെയും മക്കള് കുഴിമാടം വരെയും, കുഴിമാടിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് സൽകൃത്യങ്ങളാണ് പ്രിയരെ, സൽകൃത്യങ്ങൾ. അതുകൊണ്ട് ദൈവം പറഞ്ഞു വയ്ക്കും, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നാണ്. മരിച്ചാലും ജീവിക്കും. അസീര ഫ്രാൻസിസ് പറയുന്ന മനോഹരമായ കാര്യമുണ്ട്, സാമ്രാജ്യം കെട്ടിപ്പണിത് ഉയർത്തേണ്ടത് ഈ ഭൂമിയിലല്ല, മറിച്ച് മനുഷ്യ ഹൃദയങ്ങളിലാണ് സാമ്രാജ്യം കെട്ടി ഉയർത്തേണ്ടതെന്ന് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് പറയുകയുണ്ടായി. സാമ്രാജ്യം കെട്ടി ഉയർത്തേണ്ടത് ഈ ഭൂമിയിലല്ല, മറിച്ച് മനുഷ്യന്റെ ഹൃദയങ്ങളിലാണെന്ന് പ്രിയരെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ആ തെരുവീതികളിലൂടെ ഫ്രാൻസിസ് വിളിച്ചു പറഞ്ഞത് സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന്. സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് മനുഷ്യൻ നിലവിളിക്കുകയാണ്. കാരണം ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയൊരു ജീവിതം അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയരെ, തിരിച്ചറിയേണ്ട വലിയ സത്യമാണത്. ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് പ്രിയരെ ഈ നിൽക്കുന്ന ജീവിതമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് പ്രിയരെ,
ദൈവത്തിലേറെ അനുഗ്രഹം നൽകി എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നില്ലേ? യേശു കൂടെ നടന്ന് നമ്മെ പരിപാലിക്കുന്നില്ലേ? നമ്മൾ എന്തെങ്കിലും നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഒരു മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലും നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുന്നുണ്ട്. പക്ഷെ ഓർക്കേണ്ട കാര്യമുണ്ട്, ആ പ്രാർത്ഥനകളിൽ 95% പ്രാർത്ഥിക്കുന്നത്, ഉരുവിടുന്നത് ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. എന്തിനാണെന്നറിയോ? വലിയ തിരിച്ചറിവിന് വേണ്ടി. ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ നെഞ്ചത്ത് വീഴാനുള്ളതാണെന്ന് പ്രിയരെ നിങ്ങൾ മറന്നു പോകരുത്. ഈ ഭൂമിയിൽ എന്ത് പണിത് ഉയർത്തിയാലും, പിടിച്ചു വെച്ചാലും കടിച്ചു വെച്ചാലും പ്രിയരെ, ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ദിവസമുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദിവസം. എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രിയരെ? ആ മരണാവസ്ഥയിൽ കിടക്കുന്ന ഭാഗം. അച്ഛന് ചെറിയ അപേക്ഷയാണ്, വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഒക്കെ ആ മരിച്ചടക്കിൻ്റെ ആ പുസ്തകം ഒന്ന് വായിച്ച് നോക്കണം. അതിൽ ചൊല്ലിക്കൊട്ടുന്ന പ്രാർത്ഥനകൾ, സങ്കീർത്തനങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് നോക്കണം പ്രിയര്. സമയം കിട്ടുമ്പോൾ അച്ഛൻ്റെ അപേക്ഷയാണത്. അച്ഛൻ 2 ഹോംവർക്കാണ് തന്നിരി. 1, മത്തായി സുവിശേഷം 1 മുതൽ 7 അധ്യായം വരെ ഈ കാലഘട്ടം നിങ്ങൾ വായിക്കണം. നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെ ജീവിച്ചാലാണ് മഹത് കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ എന്ന് മത്തായി സുവിശേഷകൻ മാത്രമാണെന്ന് പറഞ്ഞു വയ്ക്കുന്നത്. 2ാമത്തെ കാര്യം അച്ഛൻ പറഞ്ഞു വെച്ചത്, സമയം കിട്ടുമ്പോൾ ആ മരിച്ചടക്കിൻ്റെ ഭാഗം നിങ്ങളൊന്ന് വായിക്കണം പ്രിയരെ. ഒത്തിരി അറിവുകൾ, തിരിച്ചറിവുകൾ ദൈവം സമ്മർദ്ദമായിട്ട് നൽകും. നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കും. മനുഷ്യ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് ഞാനും നിങ്ങളും അത് തിരിച്ചറിയും. അച്ഛനെ ഉറപ്പിച്ച് പറയാൻ കാരണം, പല അടക്കിനും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ വായിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത് എന്ന് ഉറച്ച ബോധ്യമുണ്ട്. എൻ്റെ പ്രിയരെ, നമ്മൾ മനസ്സിൽ കുറിക്കണം, ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു ജീവിതമാണ്. അതുകൊണ്ടാണ് പ്രിയരെ, മിലാനിലെ കത്തീഡ്രൽ ദേവാലയത്തിലെ പ്രമോഷത്ത് മനോഹരമായി 3 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയാം. മിലാനിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ 3 കാര്യം ഇപ്രകാരമാണ്: ആകർഷണീയമായവ കടന്നു പോകും, സന്തോഷം മാഞ്ഞു പോകും, ആവശ്യമായത് നിത്യത മാത്രം. ആ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ എഴുതി വച്ചിരിക്കുകയാണ്, ആകർഷണീയമായവ എല്ലാം കടന്നു പോകും, സന്തോഷം മാഞ്ഞു പോകും, ആവശ്യമായത് നിത്യത മാത്രമാണെന്ന് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. വീണ്ടും ഗ്രീക്ക് ചിന്തകനായ ഡയോജനസ് അദ്ദേഹത്തിൻ്റെ മുറിയുടെ വാതിൽക്കൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, ജ്ഞാനം വിൽക്കാനുണ്ട്, 10 രൂപ മാത്രം. ഗ്രീക്ക് ചിന്തകനായ ഡയോജനസ് തൻ്റെ റൂമിൻ്റെ വാതിൽക്ക് അത് എഴുതി വെച്ച പ്രകാരമാണ്, ജ്ഞാനം വിൽക്കാനുണ്ട്, 10 രൂപയാണ് വില. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവിടെയുള്ള ജനങ്ങൾക്ക് കൗതുകമായി. ഇതെന്ത് ജ്ഞാനമാണ്? 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ജ്ഞാനം പകർന്നു തരാമെന്ന് ഈ റൂമിന്റെ മേലെ, വാതിലിന്റെ മേലെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതെന്താണെന്ന് അറിയാനായിട്ട് ആൾക്കാർ ഒരുപക്ഷെ അവിടെ തടിച്ചുകൂടി. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു ചെറിയ പേപ്പറുമായി എൻ്റെ അടുത്ത് വരിക. ചെറിയൊരു കടലാസ് പേപ്പറുമായി അവിടെയുള്ള ജനങ്ങളെല്ലാം ആ സഹോദരൻ അടുത്ത് വന്നു. അദ്ദേഹം എഴുതി കൊടുത്ത പ്രകാരമാണ്, എന്ത് ചെയ്യുമ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നീ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റുകയില്ല. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, നീ എന്ത് ചെയ്യുമ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നീ ചെയ്യുക, അപ്പൊ നിനക്ക് തെറ്റുകൾ സംഭവിക്കില്ല എന്ന് പറയാം. ഗ്രീക്ക് ചിന്തകനായ ഡയോജനസ് പറയുന്ന കാര്യമാണത്. ഇത് വളരെ സത്യമാണ് പ്രിയരെ. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണത്. നമ്മുടെ സന്യാസ ജീവിതത്തിലെ കടന്നു പോകുന്ന വേദന നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകാം.
ദൈവം നൽകുന്ന വലിയ ദാനമാണത്. നന്മയിൽ വളരാനായിട്ട്, എളിമയിൽ കൂടുതൽ വളരാനായിട്ട് ദൈവം കുറെ അവസരങ്ങൾ നൽകും. കുറെ അവസരങ്ങൾ വചനപ്രകാരമാണല്ലോ. നീ എത്രമാത്രം എളിമപ്പെടുന്നു അത്രമാത്രം ഉയർത്തപ്പെടുമെന്നാണല്ലോ പ്രിയ ദൈവത്തിന്റെ വചനം. എങ്കിൽ ദൈവം നമ്മെ പരീക്ഷിക്കും. അപ്പൊ എളിമപ്പെടാൻ ഒത്തിരിയേറെ അവസരങ്ങൾ ദൈവം ദാനമായിട്ട് നൽകിയിട്ടുണ്ട് ഈ ചെറു പ്രായത്തിൽ തന്നെ. അപ്പൊ ചെറിയ വേദനയോടെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലൂടെ, പുറന്തള്ളപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയരെ, ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഞാൻ പലപ്പോഴും എൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ ചിന്തിച്ചപ്പോഴാണ് പ്രിയരെ എനിക്ക് ക്ഷമിക്കാൻ പറ്റിയത്, എനിക്ക് പൊറുക്കാൻ പറ്റിയത്. എനിക്ക് ഏത് സഹോദരനോടാണോ സഹോദരിയോടാണോ എനിക്ക് ദേഷ്യം, വിദ്വേഷം, വെറുപ്പ്, അകൽച്ച, ഇതെല്ലാം സ്വീകരിച്ച് ഈ ജപമാലയിൽ ചേർത്ത് പിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഒരേ ഒരു സത്യം, അതെന്റെ മരണമാണ് പ്രിയരെ. അച്ഛൻ തുറന്നു പറയുകയാണത്. ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇന്നലെ നാളെ ഞാൻ ഈ ഭൂമിയോട് വിട പറയണം. എൻ്റെ നീൾ പോലും കൂടെ ഇല്ലാതെ ഒരു നാൾ ഞാൻ യാത്ര ചെയ്യേണ്ടി വരും എന്ന ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്, പൊറുക്കാൻ പറ്റുന്നുണ്ട്, ചേർത്ത് പിടിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള സഹോദരനെ എനിക്ക് സ്നേഹിക്കാം, എനിക്ക് അവനെ സംരക്ഷിക്കാം, കൊടുക്കേണ്ട എല്ലാം നന്മ എനിക്ക് കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു കാരണം എൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോഴാണ്. ഈ മനുഷ്യൻ പറഞ്ഞത് സത്യമാണ്. നീ എന്ത് ചെയ്യുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നീ ചെയ്യുക, നിനക്ക് തെറ്റ് സംഭവിക്കുകയില്ല. എൻ്റെ പ്രിയരെ, നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവാണ്. പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ലക്ഷ്യം ക്രിസ്തുവാണ്. ദൂതൻ ചോദിച്ച ചോദ്യമാണ്, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ദൈവത്തിൽ നിന്ന് വരുന്നു. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. നീ എന്തിനു വേണ്ടി വന്നു? ഈ ഭൂമിയിൽ നന്മ പ്രവർത്തിക്കാനായി. യേശയ്യാ പുസ്തകം പറഞ്ഞു വെച്ചു. ആർക്ക് വേണ്ടി നീ വന്നു? ഞാൻ ക്രിസ്തുവിന് വേണ്ടി വന്നു. നീ എങ്ങനെ ജീവിക്കണം? ക്രിസ്തുവിൽ അടിയുറച്ച്, സുവിശേഷങ്ങളിൽ അടിയുറച്ച് നീ ജീവിക്കണം. നീ എങ്ങോട്ടാ നിന്റെ യാത്ര? ക്രിസ്തുവിലേക്ക് യാത്ര. അവിടെ എന്താ നിനക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്? നീതിയുടെ കിരീടമാണ്. നമുക്ക് കാണാൻ സാധിക്കും, അങ്ങ് മഹത്ത കവാടത്തിൽ ക്രിസ്തു കരങ്ങൾ വിരിച്ച് ആ ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന ഭാഗം കാണാൻ സാധിക്കും. അവൻ കാത്തിരിക്കുകയാണ് വലിയ കിരീടമായി. ചോദ്യം, ആ കിരീടത്തിൽ അത് സ്വീകരിക്കാനായിട്ട് നല്ല മനസ്സോടുകൂടെ എൻ്റെ ശിരസിൽ അണിയാനായി ഞാൻ ഒരുക്കമാണോ എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ മരണം ഒരു ഭയമല്ല പ്രിയരെ. മരണം ഒരു പേടി സ്വപ്നമല്ല നമ്മുടേത്. നമ്മുടെ ലക്ഷ്യം മരണമാണ്. ക്രിസ്തുവിൽ ഒന്നായി തീരുക, അത് മരണമാണ്. മരണത്തിലൂടെ അത് സാധിക്കുകയുള്ളൂ പ്രിയരെ. ക്രിസ്തുവിൽ ഒന്നായി തീരണം. എങ്കിൽ മരണം ഒരു ഭയമല്ല, ഒരു പേടി സ്വപ്നമല്ല നമ്മളത്. മറിച്ച് എൻ്റെ ലക്ഷ്യമാണ് ക്രിസ്തുവിൽ എത്തിച്ചേരുക എന്നുള്ളത്. പ്രിയരെ, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. വലിയദാഹത്തോടുകൂടെ ഇത് ആരാധനയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ക്രിസ്തുവിൽ ഒന്നായി തീരുക എന്നതാണ്. ഈ കേട്ട വചനങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ അച്ഛൻ നിങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. ഈശോ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അതെല്ലാം നിങ്ങളോട് ഞാൻ പങ്കുവെച്ചു. ഇനി ജീവിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ക്രിസ്തുവിൽ അടിയുറച്ച്, വിശ്വാസത്തിൽ അടിയുറച്ച് നമ്മുടെ ഓട്ടം പൂർത്തിയാക്കണം. ദൈവമഹത്വം അണിയിക്കുന്ന, അത് പൂവണിയുന്ന ആ ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം നല്ല മനസ്സോടുകൂടെ. അസീസി ലിവിസ് ഫ്രാൻസിസിനെ പോലെ മരണത്തെ സഹോദരി എന്ന് വിളിച്ച് നമ്മൾ സ്വാഗതം ചെയ്യണം. കാരണം ദൈവത്തോട് കൂടെയുള്ള ഒരു ജീവിതം മാലാഖമാരെ പോലെ ദൈവത്തോട് ചേർന്ന് ആടി പാടി സ്തുതിക്കുന്ന ദിവസങ്ങൾ
ഇതാ അരികിലെത്തിക്കഴിഞ്ഞു. എങ്കിൽ വലിയ ദാഹത്തോടുകൂടെ ഇനിയുള്ള കാലം ഇനി എങ്ങനെ ജീവിച്ചു എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇന്നു മുതൽ എങ്ങനെയാ ജീവിക്കണം എന്ന് മാത്രം ചിന്തിക്കുക. അത് ഈശോ ആഗ്രഹിക്കുന്നത്. കടന്നെല്ലാം പോകട്ടെ, സംഭവിച്ചെല്ലാം കടന്നു പോകട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ, കടന്നു വരുന്ന ദിവസങ്ങളെല്ലാം മനോഹരമായി ജീവിക്കുക, സുവിശേഷം അടിയോടെ ജീവിക്കുക. എങ്കിൽ കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. വലിയ ദാഹത്തോടുകൂടെ നിങ്ങൾ എവിടെയാണ് അവിടെ എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തിപ്പിടിച്ച് വലിയ ദാഹത്തോടുകൂടെ ഈശോ നമ്മൾ എഴുന്നള്ളി വരുന്ന സമയമാണ്. ആ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്നും ഈശോയെ പരിശുദ്ധമാവ് നിറഞ്ഞ് സുവിശേഷാടിസ്ഥാനപ്പെട്ട് ജീവിക്കുവാൻ ഈശോയെ കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരം സ്വർഗത്തോളം ഉയർത്തി ഈശോയെ വിളിച്ചേ വലിയതാകത്തോടുകൂടെ സാധിക്കുന്നവർ മുട്ടമേൽ നിന്ന് ഈശോയെ നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കുകയാണ്. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുൻപിൽ നിന്നിടുവാൻ, തിരുമുഖം പ്രസാദിക്കുവാൻ, തിരുമുൻപിൽ നിന്നിടുവാൻ, തിരുമുഖം പ്രസാദിക്കുവാൻ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, ദേഹം ദേഹിയാത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, ദേഹം ദേഹിയാത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവനുള്ള ആരാധനയാ, ഹല്ലേലൂയ. വിശുദ്ധിയുള്ള ആരാധനയാ, ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവനുള്ള ആരാധനയാ, ആരാധന ആരാധന വിശുദ്ധിയുള്ള ആരാധനയോടെ കണ്ണു തുറന്ന് രണ്ട് കരങ്ങൾ യേശുവിനെ നീട്ടിപ്പിടിച്ച് ആദരവോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധിക്കുന്ന സ്തുതിക്കുന്ന 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 കർത്താവേ കൃപ ചൊരിയണമേ പരിശുദ്ധാത്മാവേ എല്ലാ കുടുംബത്തിനും മേലെ പറന്നിറങ്ങണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ തുറന്ന് വിശുദ്ധരോട് ചേർന്ന് ആദ്യം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങടിച്ച് വലിയതാകത്തോടുകൂടെ കരങ്ങടിച്ച് പാടാം. യേശുവിരാധന ആരാധന കണ്ണടച്ച് പുറമായി സമർപ്പിച്ച് സാധിക എഴുന്നേറ്റ് ചേർന്ന് പാടാം. ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം, അതിനും തുറന്ന് ശക്തിയോടെ 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 കരകടിച്ച് സന്തോഷത്തോടെ കരകടിച്ച് ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ.
സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച്, രോഗികളെല്ലാം മക്കളെ സമർപ്പിച്ച്, എല്ലാ യുവാക്കളെ സമർപ്പിച്ച് ദാഹത്തോടെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. എല്ലാം നമുക്ക് ദൈവത്തെ ആരാധിക്കട്ടെ. എല്ലാം നമുക്ക് ദൈവത്തെ സ്തുതിക്കട്ടെ. കൃപ ചൊരിയണമേ, രോഗസൗഖ്യം നൽകണമേ, അഭിഷേകം നൽകണമേ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങടിച്ച് സ്തുതിയോ, എഴുന്നേറ്റ് നിന്ന് കരങ്ങടിച്ച് പാടുന്നു. കരങ്ങടിച്ച് ആരാധന, ആരാധന, ആരാധന. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരെല്ലാം പ്രാർത്ഥിക്കാൻ ചോദിച്ചവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോ ഇടപെട്ട സമയമാണ്, നിന്നെ ചേർത്ത് പിടിക്കുന്ന സമയമാണ്, അഭിഷേകത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിച്ചു. ഉയർത്തിയടിച്ച് ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിച്ചിടും. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ഒന്നിച്ചാരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആത്മാവിൻ ശക്തിയോടെ ദാഹത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനീത മകൾക്ക് IIT പാസ്സാകുമെന്ന് ഈശോ ഉറപ്പ് നൽകി അനുഗ്രഹിക്കുന്നു. പിങ്കി എന്ന മകൾക്ക് സുഖപ്രസവം നൽകി ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിത പങ്കാളിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 7 പേർക്ക് ജീവിത പങ്കാളി നൽകി ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അൽഫോൻസ് എന്ന സഹോദരിയെ ഈശോ തൊടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അൽഫി എന്ന ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസ്റ്റി എന്ന് ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 വർഷമായി ചെവി പഴുപ്പുള്ള ഒരു മകൾക്ക് ഈശോ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റിറ്റി ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ചിഞ്ചു IIT പാസ്സാകുമെന്ന് ഈശോ ഉറപ്പ് നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോബി എന്ന സിസ്റ്ററിനെ ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അൽഫോൻസ് ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജയ്ബ്രി ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങടിച്ച്, കരങ്ങടിച്ച്, ശക്തിയോട് കരങ്ങടിച്ച് അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപുത്രൻ, ആമേൻ. യേശു ദൈവപുത്രൻ, ഈശോയേ, യേശു ദൈവപുത്രൻ, യേശു എല്ലാം ഏറ്റു പറ. എല്ലാം യേശു ദൈവപുത്രൻ, ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, ഹല്ലേലൂയ. യേശു ദൈവപുത്രൻ, യേശുവേ ആരാധന. യേശു ദൈവപുത്രൻ. കരങ്ങൾ ശക്തിയോടെ ആരാധന, കരങ്ങൾ വീശി ആരാധന, ഹല്ലേലൂയ. ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. ആരാധന, യേശുവേ ആരാധന, ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന, യേശുവേ സ്തുതിക്കുന്നു. ആരാധന. എല്ലാം ചേർന്ന് പാടിയേ. യേശുവേ ഹല്ലേലൂയ, യേശുവേ യേശുവേ വെളിപ്പെടുത്തി അനുഗ്രഹിക്കപ്പോ. എല്ലാ തടസ്സങ്ങൾ മാറട്ടെ, എല്ലാ ബന്ധനങ്ങൾ അടിയട്ടെ, എല്ലാ കെട്ടുകൾ അടിയട്ടെ. യേശുനാമത്തില് അടിയട്ടെ, അടിയട്ടെ, അടിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ആരാധന, കരങ്ങൾ വീശി ആരാധന, ഹല്ലേലൂയ. ആരാധന, ശക്തിയോടെ ആരാധന, യേശുവിനാഥൻ. ആരാധന, യേശുവേ ഹല്ലേലൂയ. ആരാധന, ആരാധന, ദാഹത്തോടെ ഈശോയെ വിളിച്ചേ. ആരാധന, ആരാധിക്കുന്നു, ആരാധന, സ്തുതിക്കുന്നു. ആരാധന, ശക്തി വ്യാപരിക്കുന്നു. ആരാധന, ഹല്ലേലൂയ. ഹല്ലേലൂയ, ശിരിരിരിരി. ഹല്ലേലൂയ, രിരിരിരിരി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ശിരിരിരിയ. ശബവവരിയരിയ. ഒറ്റവിളി യേശുവേ. ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജെറോം ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ 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 ആരാധന. കണ്ണടച്ച് രണ്ട് നെഞ്ചോളം ചേർത്ത് വെച്ച് വലുതാക്കത്തോടുകൂടെ ജോബി എന്ന മകൻ ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നു. വീടിന്റെ പണി പൂർത്തിയാ കൃപ നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലീമ എന്ന് ഈശോ കാണിക്കുന്നു. സോണിയ എന്നിവർക്ക് ഈശോ കുഞ്ഞ് നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മിയ എന്ന മകളോട് തെറ്റായ ബന്ധം വേണ്ട എന്ന് ഈശോ ആവശ്യപ്പെട്ട് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാപ്പച്ചൻ എന്ന മകന് ഈശോ കൃപ നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ജോജിയുടെ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ട കൃപ നൽകി ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. 9 കോടി രൂപ കടമുള്ള മകനെ ഈശോ കാണിക്കുന്നു. സ്ഥലവിൽപ്പ് നടക്കുമെന്ന് ഈശോ ഉറപ്പ് നൽകി അനുഗ്രഹിക്കുന്നു. മിനി മോൾ എന്ന് ഈശോ എഴുതി കാണിക്കുന്നു. ജീവിത പങ്കാളി നൽകി അനുഗ്രഹിക്കുന്നു. ശിവനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീസൺ എന്ന പേര് ഈശോ കാണിക്കുന്നു. ജോബി, മായ, അൽഫിയ എന്നിവരെ ഈശോ പേര് ചൊല്ലി വിളിച്ചനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ജോയ് കുടുംബത്തെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മിനി എന്ന മകൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി നൽകി ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഫ്രെഡി എന്ന മകനെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സ്വപ്ന എന്ന് ഈശോ എഴുതി കാണിക്കുന്നു. ഇറ്റലിയിൽ പോകാൻ കൃപ നൽകി അമ്മകളെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശു ആരാധന. സ്വർണ്ണ വ്യാപിയായ ഈ കുടുംബത്തെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. 1-ാം പ്രമാണം ലംഘനം ഈശോ കാണിക്കുന്നു. കുംഭസരത്തിൽ ഏറ്റു പറയണം ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്ഥലവിൽപ്പണ കാര്യത്തിൽ പണക്കത്തിലായിരിക്കുന്ന കുടുംബത്തോട് സ്വരുമയോടുകൂടി ജീവിക്കണം ഈശോ ഓർമ്മപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഫിൽമിയ എന്ന് ഈശോ കാണിക്കുന്നു. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശ്വരാധന ആരാധന 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 ആരാധന. പ്രിയരെ, കണ്ണടച്ച് ഒലിനാക്കത്തോടുകൂടെ ഈശോ കാണ്. പ്രിയ ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമാണ് ഈ ജീവിതം. പ്രിയരെ, ഈശോയ്ക്ക് നന്ദി പറയണം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ കൃപ നൽകിയെങ്കിൽ ഈശോയ്ക്ക് നന്ദി പറയണം. പ്രിയരെ, മനുഷ്യ ജീവിതം സങ്കീർത്തനം 103 15-16 വചന പ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ്. മനുഷ്യ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു, അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. പ്രിയരെ, മനുഷ്യ ജീവിതം എന്ന് പറയും ഇത്രയേ ഉള്ളൂ. അത് പുല്ലുപോലെയാണത്. വെയില് വരുമ്പോ വാടിപ്പോകും, കാറ്റ് വരുമ്പോ വീണു പോകുന്നു, ആ നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല എന്നാണ്. പ്രിയരെ, നീ എന്തായിരിക്കുന്നോ ആ ദൈവത്തിന്റെ ദാനമാണ്. ഒരേ ഒരു ജന്മം ആ ദൈവത്തിന്റെ ദാനമാണ്. പ്രിയരെ, ഒരിക്കൽ മാത്രമേ നീ ഭൂമിയിലേക്ക് തിരിച്ചു വരുള്ളൂ. മറിയമായി, പൗലോസായോ, ജെയ്മിയായോ, ജോമിയായോ നീ ഭൂമി ജീവിക്കുന്നെങ്കിൽ പ്രിയരെ, ഒരേ ഒരു ജന്മം ഈ ഭൂമി ജീവിക്കുവാൻ ദൈവം എനിക്ക് നിങ്ങൾക്ക് കൃപ നൽകി. എങ്കിൽ ഈശോയ്ക്ക് നന്ദി പറയണം. മനസ്സ് തുറന്ന് ഈശോയ്ക്ക് നന്ദി പറയണം. ഈശോയെ, ഹൃദയം തുറന്ന് എന്റെ ദൈവമേ, ഒരേയൊരു ജന്മം ഒരു ജന്മം, ഒരേ ഒരു ജന്മം എന്റെ ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. ഈശോ നൽകിയ ഏറ്റവും വലിയ ദാനം ജന്മം, ഒരേ ഒരു ജന്മം, ഒരേ ഒരു ജന്മം
പ്രിയ ദൈവദാനമാണത്. ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. ഈശോയേ, ദാഹത്തിൽ കണ്ണുനീരോടെ രണ്ട് കരം നെഞ്ചോളം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും പ്രിയരെ. നന്ദി പറയണം. ഒരു ജന്മമേ ഈ ഭൂമി ജീവിക്കുവാൻ കൃപ ഈശോ നൽകിയിട്ടുള്ള പ്രിയരെ. എങ്കിൽ ആ ജീവിതം ദൈവത്തിനായി നീ സമർപ്പിക്കണം, ഈശോയ്ക്ക് കാഴ്ചവെക്കണം പ്രിയരെ. എങ്കിൽ നിന്റെ ജീവിതം ദൈവത്തിന് സ്വീകാര്യമായ ജീവിതമായി മാറും. ദാഹത്തോടെ ഒരു ജന്മം എന്റെ ഒരേ ഒരു ജന്മം ഈശോയെ, ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. ഒരു ജന്മം ഒരേ ഒരു ജന്മം ഈശോയെ, ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. വലിയ ദാഹത്തോടുകൂടെ പൂർണ്ണമായി സമർപ്പിച്ച് രണ്ട് കരം യേശുക്ക് നീട്ടിപ്പിടിച്ച് ഈ ഭൂവിൽ ഈശോയെ ഈ ജന്മം നന്ദിയപ്പാ, നന്ദി. ഭാഗ്യസുന്ദരമേ കോടാനുകോടി അനുഗ്രഹം ഈശോയെ, നന്ദി. ഒരു ജന്മം ഒരു ജന്മമല്ലപ്പ എനിക്ക് നൽകിയത്, ഒരേ ഒരു ജന്മം അതപ്പനായി ഞാൻ സമർപ്പിക്കുന്നു ഈശോയെ. ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. ദാഹത്തോടെ പ്രിയ രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് പൂർണ്ണമായി സമർപ്പിച്ച് ജന്മം ഈശോയെ, ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ദാഹത്തോടെ രണ്ട് കരങ്ങൾ ഈശോ നീട്ടിപ്പിടിച്ച് കണ്ണ് തുറന്ന് ഈശോയെ നോക്കി സ്തുതിച്ച് പ്രിയരേ. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു ഈശോയെ. എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ കൃപ ലോകം മുഴുവനുമേ നിന്റെ ചൊരിയണമേ. കൃപയാൽ എല്ലാ മക്കളും നിറയട്ടെ ഈശോയെ. നിന്റെ സ്നേഹത്താൽ എല്ലാ മക്കളെ നിറയ്ക്കണമേ ഈശോയെ. നിന്റെ കരുണയാൽ എല്ലാ ദൈവജനത്തെ നീ ചേർത്ത് പിടിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരേ ഒരു ജന്മം ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. എന്റെ പ്രിയരെ, കണ്ണടച്ച് കരങ്ങൾ കൂപ്പി സാധിക്കുന്നവർ മുട്ടമേ നിന്ന് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രിയരെ, ഇനിയുള്ള ജീവിതം പൂർണ്ണമായി ഈശോയിലേക്ക് സമർപ്പിക്കണം. ഒരു ജന്മമാണ് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയത്. ഇനി തിരിച്ചു വരവില്ല പ്രിയരെ. നമ്മൾ എവിടെ നിന്നാണ് വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നമ്മുടെ യാത്രയ്ക്ക് ലക്ഷ്യമുണ്ട്. എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ക്രിസ്തുവിൽ നിന്ന് വന്നു. നീ എന്തിനു വന്നു? നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനായി. നീ എങ്ങോട്ട് പോകുന്നു? ക്രിസ്തുവിലേക്ക് തന്നെ പോകുന്നു. നീതിയുടെ കിരീടം സ്വീകരിക്കാനായി ഞാൻ ഒരുങ്ങുന്നു. പ്രിയരെ, എങ്കിൽ വലിയദാഹത്തോടുകൂടെ കേട്ട കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാം. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. പ്രിയരെ, ഈശോ ഇപ്രകാരമാണ്: നല്ല അപ്പനായി ജീവിക്കണം, നല്ല അമ്മയായി ജീവിക്കണം, നല്ല മകനായി മകളായി നമ്മൾ ജീവിക്കണം. ആ ജീവിക്കേണ്ടത് ക്രിസ്തുവിനോട് ചേർന്നാണ്. ക്രിസ്തുവിൽ ഒന്നായി തീരുന്നത്, ക്രിസ്തുവിനോട് ചേർന്നിരിക്കാൻ നിന്നെ തടസ്സപ്പെടുന്ന മേഖലയെല്ലാം പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. വിശുദ്ധ കുംഭസാര മുകുദാശയിലൂടെ സകല പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയെ സ്വീകരിച്ച് അവനൊന്നായി തീരണം. അതാണ് പ്രിയരെ കൃപ. അതാണ് കൃപ.
പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾ വിളിച്ചു പറയണം, ഇറ്റ് ഈസ് നോട്ട് ഐ ബട്ട് ഹു ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. പ്രിയരെ, ആ കൃപ ദൈവം നിനക്ക് നൽകട്ടെ. കരങ്ങൾ കൂപ്പി ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ. മരണം വരുന്നണയുമ്പോ എന്നെ അങ്ങ് വിളിക്കണമേ. എന്നെ അങ്ങ് വിളിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.